കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ നീതി ന്യായങ്ങൾ ഇല്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും കൊലയും കൊള്ളയും കൊലപാതകങ്ങളും. ഇതിൻ്റെ ഇടയിൽ നീതിക്കായി ജീവിക്കുന്ന ഒരു കൂട്ടം ജാതികളുടെ ഇടയിലും ഉണ്ട്, ദൈവമക്കളുടെ ഇടയിലും ഉണ്ട്. പ്രിയ ദൈവം, ഇങ്ങനെ ഉള്ളവർ പ്രവേശിക്കുവാൻ നീതിയുടെ വാതിലുകൾ നാം തുറന്നു വെച്ച് കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാതിലുകളെ നമുക്ക് എങ്ങനെ തുറക്കുവാൻ കഴിയും എന്ന് കേട്ടാൽ സുവിശേഷമാണ് അതിൻ്റെ വാതിൽ. നാം സുവിശേഷം അറിയിക്കുന്നതിൽ കൂടെ അനേകർ നീതിയിലേക്ക് പ്രവേശിക്കേണ്ട വാതിൽ നമുക്ക് തുറന്നു വയ്ക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, അനേകർ നീതിയുള്ളവരായിരിക്കുന്നു, പക്ഷെ ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവനീതി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. അവർ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നു, പക്ഷേ ദൈവരാജ്യത്തിൽ എങ്ങനെ കടക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്നവർക്ക് നാം സുവിശേഷം നാം അറിയിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ ഒരു ഷോർട്ട് മെസ്സേജ് ഞാൻ അയക്കുവാനേ കാരണം 5 പേരുടെങ്കിലും ദിവസവും ദൈവവചനം പറയണം എന്നുള്ള ആ ഒരു ആവേശത്തിലാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഇടുന്നത്. അതേപോലെ നിങ്ങളാൽ ആവുന്ന ഒരു കാര്യം ഒരു 5 പേരുടെങ്കിലും അല്ലെങ്കിൽ ഒരാളോടെങ്കിലും ദിവസവും വചനം പറയണം എന്ന് പറഞ്ഞാൽ അവർക്ക് നീതിയിലേക്ക് കടക്കുവാൻ, നീതിയുള്ളവർക്ക് പ്രവേശിപ്പാൻ ഒരു വാതിൽ നമ്മൾ തുറക്കണമെങ്കിൽ അത് സുവിശേഷത്തിൽ കൂടെ അല്ലാതെ നമുക്ക് കഴിവില്ല. അപ്പോൾ ഈ കാലത്തിൽ നമ്മുടെ ഇപ്പോൾ ഓട്ടം എത്ര കൊല്ലം, അല്ലെങ്കിൽ നാം ഇരിക്കുന്ന സ്ഥലം നമുക്കറിയാം, ചുറ്റും വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും വന്ന് നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോൾ അവസാനിക്കും, നാം താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വീട് എപ്പം അങ്ങനെ ഒന്നുമില്ലാതായി പോവും എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയ ദൈവ പൈതലെ, കാലങ്ങൾ താമസിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു വെക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിലേക്ക് വേണ്ടി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്ന് വഴി നടത്തട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, അങ്ങയുടെ വരവ് അത്രയും ആസന്നമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അനേകർക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു വയ്ക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും അതിൻ്റെ കൃപ നൽകണമേ കർത്താവേ. ഞങ്ങൾക്കൂടെ ദൈവവചനം കേൾക്കുന്നവർ നീതിയിലേക്ക് നയിക്കപ്പെടുവാനും സ്വർഗരാജ്യത്തിൽ വന്നു ചേരുവാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരുവചനം കേട്ട ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും മാറ്റി അങ്ങ് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.